ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പിയാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പരിപാടി കഴിയും. അവോക്കാഡോ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. സാൻഡ്വിച്ചിനായിട്ട് ഞാനിവിടെ ഒരു നല്ല പഴുത്ത അവോക്കാഡാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഫ്രൂട്ട് എന്ന് നമ്മളിതിനെ പറയാം. നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിലെ പൾപ്പ് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അങ്ങനെ നല്ലപോലെ ഞാനിതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തിലേക്കുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയും ഒരു തക്കാളിയാണ്. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ക്രീം ചീസാണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾട്ടഡ് ആണ്. അതുകൊണ്ട് ഞാൻ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മുടെ ആക്ച്വൽ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ചീസ് ആഡ് ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾക്ക് ലൈം ജ്യൂസ് ഒരു 1-2 ടീസ്പൂണ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ എനിക്കിവിടെ ക്രീം ചീസ് ആയിരുന്നു അവൈലബിൾ. ഞാൻ അതുകൊണ്ടാണ് ക്രീം ചീസ് ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി. അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ലേശം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ടോസ്റ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. വളരെ സിമ്പിളല്ലേ? എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റി. ആക്ച്വലി ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. ഗോക്കമോളി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് ആക്ച്വൽ റെസിപ്പിയിൽ നമുക്കിതുപോലെ ടൊമാറ്റോസ്, അണിയൻസ്, പിന്നെ ലൈം ജ്യൂസ്, പെപ്പർ, സോൾട്ട് ഇത്രയേ ഉള്ളൂ. ക്രീം ചീസ് ഇതിപ്പം എനിക്കിവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. ആക്ച്വലി നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.